എനിക്കറിയാം ഞാൻ മധുരം കഴിക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്. ഞാൻ അരിഭക്ഷണം അധികം കഴിക്കാറില്ല. പക്ഷെ എനിക്ക് മധുരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കി. പക്ഷെ ഭയങ്കര വിശപ്പ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. മക്കൾക്ക് വെക്കേഷനാണ്. പക്ഷെ അവര് ഇടയ്ക്കിടയ്ക്ക് മിഠായും സ്നാക്സും കഴിക്കുന്നു. എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അമിതമായിട്ട് മധുരം കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ എങ്ങനെ ഈ മധുരത്തെ നിയന്ത്രിക്കും? മിഠായി, ബിസ്ക്കറ്റ്, കേക്ക്, കുക്കീസ്, അങ്ങനെ മധുരം പലതരത്തിലാണ്. ഇന്ന് മുതൽ ഞാൻ മധുരം കഴിക്കില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കും. ഒരാഴ്ച, ഒരു 10 ദിവസമൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷെ കഴിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വരും. അതിനെയാണ് ക്രേവിങ്സ് എന്ന് പറയുന്നത്, അതായത് കൊതി എന്ന് പറയുന്നത്. ഈ മധുരം കഴിക്കണം എന്ന് തോന്നുന്നതിനെയാണ് ഷുഗർ ക്രേവിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ പിന്നെ വാരി വലിച്ചങ്ങ് കഴിക്കാൻ തുടങ്ങും. പഴയതുപോലെ തന്നെ ആവും. ഈ ഷുഗർ ക്രേവിങ്സ് എങ്ങനെ ഇല്ലാതാക്കാം? എങ്ങനെ മധുരത്തെ നിയന്ത്രിക്കാം? ഇത് സിമ്പിൾ ആണ്. നമ്മൾ വിചാരിക്കും മനസ്സിന് നല്ല ശക്തി വേണം, നല്ല തീരുമാനം വേണമെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതിന് സയൻസ് അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഈ ഷുഗർ ക്രേവിംഗ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ നമുക്ക് മധുരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഇന്ന് മധുരത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറയാം. അതുപോലെ ഷുഗർ ക്രേവിംഗ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നും. ഒരു ചോക്ലേറ്റ് നമ്മൾ എങ്ങനെയാ കഴിക്കുക? ഒരു പീസ് കഴിച്ചിട്ട് നമ്മൾ വിചാരിക്കും അടുത്ത പീസ് അടുത്ത ദിവസം കഴിക്കാം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത പീസും കൂടി കഴിക്കും. കുറച്ച് കഴിഞ്ഞ് അടുത്ത പീസും കൂടി. ഇങ്ങനെ ചോക്ലേറ്റ് മുഴുവൻ കഴിച്ചാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധമൊക്കെ തോന്നും. പക്ഷെ ആദ്യം അത് മനസ്സിലാക്കുക. ഈ മധുരം കഴിക്കാൻ തോന്നുന്നത്, ഈ കൊതി തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് എനർജി വേണം. ഈ എനർജി കൊടുക്കുന്ന ആളാണ് ഷുഗർ. ഒരു കൂട്ടം ആളുകളിൽ ഒരു പഠനം നടത്തി. അവർക്ക് കുറെ ഭക്ഷണ സാധനങ്ങളുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരോട് ഓരോന്നിനും മാർക്ക് ഇടാൻ പറഞ്ഞു. അതായത് എനിക്ക് ഇപ്പൊ കഴിക്കണം എന്ന് തോന്നുന്നതിന് 10 മാർക്ക്, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് തോന്നുന്നതിന് 5 മാർക്ക്, ഒട്ടും വേണ്ട എന്ന് തോന്നുന്നതിന് 0 മാർക്ക്. ഇവരുടെ എല്ലാവരുടെയും ബ്ലഡ് പരിശോധിച്ചു. ആ പഠനത്തിൽ ഇപ്പൊ തന്നെ മധുരം കഴിക്കണമെന്ന് തോന്നിയവരുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് വളരെ കുറവായിരുന്നു. അതായത് നമ്മുടെ ബ്ലഡിലെ ഷുഗർ കുറയുമ്പോഴാണ് നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കുറഞ്ഞാൽ ബ്രെയിനിലെ ഒരു ക്രേവിംഗ് സെന്റർ ഓൺ ആകും. നമ്മുടെ ശരീരത്തിന് ഷുഗർ വേണം. അപ്പോ ഈ ക്രേവിംഗ് സെന്റർ ഓൺ ആയിട്ട് ഈ ബ്രെയിൻ ശരീരത്തിനോട് പറയും എനിക്ക് കഴിക്കണം, എനിക്ക് വിശക്കുന്നു, മധുരം കഴിക്കണമെന്ന്. ഇതിനെയാണ് ഷുഗർ ക്രേവിംഗ് അഥവാ കൊതി എന്ന് പറയുന്നത്. ഈ ക്രേവിംഗ് സമയത്ത് നമ്മളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചു. അത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. കാരണം അതിൽ വെറും മൈദയും പഞ്ചസാരയേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് അങ്ങ് ദഹിക്കും. ബ്ലഡിലെ ഷുഗറിന്റെ അളവ് പെട്ടെന്ന് കൂടും. അതിനെയാണ് ഷുഗർ സ്പൈക്സ് എന്ന് പറയുന്നത്. ഈ ഷുഗർ കൂടിയാൽ അവിടെ ഇൻസുലിൻ വരും. ഈ ഷുഗറിനെ കുറയ്ക്കും. അതായത് കൂടി അതുപോലെ കുറയും. ഈ 2 മണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വിശക്കാൻ തുടങ്ങും. ഈ ബ്ലഡ് ഷുഗർ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്രേവിങ്സ് വരും. കഴിക്കണം എന്നുള്ള ആഗ്രഹം വരും, വിശപ്പ് വരും. അതായത് മധുരം കഴിക്കാൻ തോന്നും. അപ്പോഴും നമ്മളൊരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്, അതായത് ഒരു മധുരമുള്ള ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു കേക്കാണ് കഴിക്കുന്നത്. എന്ത് സംഭവിക്കും? വീണ്ടും ഈ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് പെട്ടെന്ന് കൂടും. എന്നിട്ട് ഇൻസുലിൻ വരും, ബ്ലഡ് ഷുഗർ കുറയ്ക്കുകയും ചെയ്യും. ഈ ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും, മധുരം കഴിക്കണമെന്ന് തോന്നാൻ തുടങ്ങും. ഇതിന് എന്ത് ചെയ്യണം? മധുരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ ഷുഗർ ക്രേവിംഗ് നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? ബ്രെയിനിലെ ഈ ക്രേവിംഗ് സെന്റർ ഓഫ് ചെയ്ത് വെക്കണം. ഇതെങ്ങനെയാ നടക്കുക? ഈ ഷുഗർ കൂടി കുറഞ്ഞു, കൂടി കുറഞ്ഞു. ഈ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ക്രേവിങ്സ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കണം നമ്മളെ ബ്ലഡിലെ ഷുഗർ?
ഷുഗർ ഇങ്ങനെ കൂടി കുറഞ്ഞു പോവാതെ ബ്ലഡ് ഷുഗർ ഇങ്ങനെ ലൈനായിട്ട് ഒരേപോലെ പോവണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് കൂടുതൽ പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. ഏതൊക്കെയാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്? പഞ്ചസാര, പോളിഷ് ആയിട്ടുള്ള നമ്മൾ സാധാരണ കഴിക്കുന്ന വെളുത്ത അരി, കുക്കീസ്, ചോക്ലേറ്റ്സ്, കേക്ക്സ്, ഇവയൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ വിശപ്പ് നിയന്ത്രിക്കാൻ, മധുരം നിയന്ത്രിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഇത് ദഹനത്തെ ഒന്ന് സ്ലോ ആക്കും. അപ്പോൾ ഈ ഷുഗർ സ്പൈക്സ് ഉണ്ടാവില്ല. വയറ് നിറഞ്ഞു എന്നൊരു ഫീലിംഗും ഉണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 60% പ്രോട്ടീനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തണം. ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ടാവും. അവരുടെ രാവിലത്തെ ഭക്ഷണം 10 അല്ലെങ്കിൽ 11 മണിയായിരിക്കും. അവരും അവരുടെ ആദ്യത്തെ ഭക്ഷണത്തിൽ 60% പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാം, കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. 1 കിലോ വെയിറ്റിന് 1 ഗ്രാം പ്രോട്ടീൻ. അങ്ങനെയാണെങ്കിൽ 60 കിലോ ഉള്ള ആൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ. ഇങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ കണക്ക്. അപ്പോൾ അതിന്റെ പകുതിയിൽ കൂടുതൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കണം. രാവിലെ തന്നെ ആദ്യത്തെ ഭക്ഷണത്തിൽ ഇത്രയും പ്രോട്ടീൻ കിട്ടുമ്പോൾ നമ്മുടെ ഈ ബ്രെയിനിലെ ക്രേവിംഗ് സെന്ററിന് മനസ്സിലാവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്രേവിംഗ് സെന്റർ ഓൺ ആവില്ല. അപ്പോൾ ഈ ക്രേവിങ്സ് വരില്ല. അതായത് മധുരം കഴിക്കണം, ഈ കൊതി വരില്ല. പ്രോട്ടീനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കടല, പയറ്, പനീർ, എഗ്. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മീന്, ബീഫ്, ചിക്കൻ ഇവയൊക്കെ കഴിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഒരു ചപ്പാത്തി, 1 കപ്പ് കടല, 1 കപ്പ് പനീർ അങ്ങനെ കഴിക്കാം. ഇനി ദോശയാണെങ്കിലോ അതിന്റെ കൂടെ 2 മുട്ട, പിന്നെ അതിന്റെ കൂടെ ചട്നി ഇങ്ങനെ കഴിക്കാം. ഇങ്ങനെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചവരെ നിങ്ങൾക്ക് പിന്നെ വിശപ്പുണ്ടാവില്ല, ഈ ക്രേവിംഗ് ഉണ്ടാവില്ല. കാരണം എന്താ? നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിരുന്നു. ഉച്ചവരെ മധുരം കഴിക്കില്ല എന്നൊന്ന് തീരുമാനിച്ചാൽ മതി. ബാക്കി ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഈ പ്രോട്ടീനെ, ഈ നാരുകള്, അതുപോലെ ആരോഗ്യമുള്ള ഫാറ്റ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ വിശന്നാൽ ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം. ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം. 1 കപ്പ് ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ അങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു പേരക്ക കഴിക്കാം. ഈ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഈ ഷുഗർ സ്പൈക്സ് ഉണ്ടാവില്ല. ഷുഗറിന്റെ അളവ് നേരെ പോവും. അതുകൊണ്ട് തന്നെ ഈ ക്രേവിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്രേവിങ്സ് ഇല്ലാതിരിക്കാൻ നമ്മുടെ ബ്ലഡിൽ ഷുഗർ സ്പൈക്സ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ധാരാളം പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും പിന്നെ നാരുകളും അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം പറയാം. വെള്ളം കുടിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ വെള്ളം നിങ്ങളുടെ ക്രേവിങ്സിനെ കുറയ്ക്കും, കൊതിയെ കുറയ്ക്കും, മധുരം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തെ കുറയ്ക്കും. വെള്ളത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഷുഗർ ക്രേവിങ്സ് കുറയ്ക്കാൻ, വിശപ്പ് കുറയ്ക്കാൻ, സ്ട്രെസ് കുറയ്ക്കണം. കാരണം ടെൻഷൻ ഉണ്ടാകുമ്പോൾ വിശപ്പ് കൂടാറുണ്ട്. ടെൻഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നാറുണ്ടോ? ഈ എക്സാം ഒക്കെ ആവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ച് വെയിറ്റ് കൂടാറില്ലേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ വെയിറ്റ് കൂട്ടാറില്ലേ? കാരണം സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടും. ഇത് ക്രേവിംഗ് ഉണ്ടാക്കുന്ന ഹോർമോണാണ്. അതുകൊണ്ട് ക്രേവിംഗ് കുറയ്ക്കാൻ സ്ട്രെസ് കുറയ്ക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് നടക്കാം, 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, പാട്ട് കേൾക്കാം. നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ എന്താണോ സഹായിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. അടുത്തത് ആൾട്ടർനേറ്റീവ്സ് ആണ്. നമുക്ക് ക്രേവിങ്സ് വരും അല്ലെ? കഴിക്കണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം വരും. ചിലപ്പോൾ നമുക്ക് മധുരം കഴിച്ചാലേ സമാധാനം ആവൂ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അങ്ങനെ ശക്തമായിട്ട് ആഗ്രഹം വരികയാണെങ്കിൽ നിങ്ങൾ അതിന് ആൾട്ടർനേറ്റീവ്സ് കഴിക്കാം. അതായത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാം. ചോക്ലേറ്റ് കഴിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹം വരികയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. അത് അത്രയ്ക്ക് ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കില്ല. കാരണം നിങ്ങൾക്കറിയാം അത് കഴിക്കുമ്പോഴേ ഒരു ചവർപ്പ് ഉണ്ടാവും. മറ്റൊന്ന്, നിങ്ങൾക്ക് സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം.
ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം. ഇനി ചില സമയം നമുക്ക് മധുരം കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം വരും. അപ്പോൾ ഡേറ്റ്സ് കഴിക്കാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ ട്രിഗർ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കണം. അതായത് നമുക്ക് ഈ കൊതി, ഷുഗർ ക്രേവിങ്സ് വരാൻ ചില കാരണങ്ങൾ ഉണ്ടാവും. വീട്ടിൽ സ്ഥിരമായിട്ട് മധുരം കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും വീട്ടിലേക്ക് മധുരം കൊണ്ടുവരരുത് എന്ന് പറയുക. ചില ബോക്സ് കാണുമ്പോൾ നമുക്ക് ട്രിഗർ വരും അല്ലെ, കൊതി വരും. നമ്മളുടെ വീട്ടിൽ ചില ബോക്സുകളിൽ പ്രത്യേകം സ്നാക്സ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ചില ഭാഗങ്ങളിൽ ചോക്ലേറ്റ് വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ബോക്സ് എടുത്തിട്ട് നിങ്ങൾ വീടിന് പുറത്ത് വെക്കുക. അത് കാണാൻ ഇടവരരുത്. അടുത്തത് റീൽസ്. ഈ ഫുഡിനെ കുറിച്ചുള്ള റീൽസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ക്രേവിങ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ റീൽസ് കാണുമ്പോൾ ക്രേവിങ്സ്, മധുരം കഴിക്കണം എന്നുള്ള ആഗ്രഹം, ഈ വിശപ്പൊക്കെ വരികയാണെങ്കിൽ മാക്സിമം അങ്ങനത്തെ റീൽസുകൾ കാണാതിരിക്കുക. ഇനി നല്ല ഉറക്കം. ഈ വിശപ്പിനെ നിയന്ത്രിക്കുന്നതിൽ ഉറക്കത്തിന് നല്ല പങ്കുണ്ട്. കാരണം ഈ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഗ്രലിനും ലെപ്റ്റിനും. ഈ ഉറക്കം കുറഞ്ഞാൽ ഈ ക്രേവിങ്സ് കൂടും. അതുകൊണ്ട് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഉറങ്ങാൻ നോക്കുക. നിങ്ങളുടെ ഭക്ഷണം, സ്ട്രെസ്, വെള്ളം, പിന്നെ ഉറക്കം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രേവിങ്സ് കുറയ്ക്കാൻ പറ്റും, മധുരത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.